ദേ വെള്ളം തിളച്ചിട്ടുണ്ടാകുമ്പോ പട്ട കരയാകുമ്പോ ഇട്ട് കൊടുക്കുന്നുണ്ടാ. പിന്നെ പിള്ളേരുടെ കുക്കിങ്ങാണ്, നോക്കിക്കോളൂ. ഇനി അതിലേക്ക് 1/2 ഗ്ലാസ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ദമ്മാണ് ഉണ്ടാക്കണത്. ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം, ചോറിന് ഉപ്പ് പിടിക്കണ്ടേ. നല്ലോണം വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ അരി ഇട്ട് കൊടുക്കണം. ദം ബിരിയാണിയാണ് കേട്ടോ. 2 കിലോ അരിയാണ് വെക്കണത്. 2 കിലോ അരിക്ക് 3 കിലോ ചിക്കൻ. വറുത്തെടുക്കാന്ന് വിചാരിച്ച് വറുക്കാം കേട്ടോ. ചൂടായിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ചിക്കന്റെ കാലം ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഇരിക്കാനായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊന്നും ഇരിഞ്ഞിട്ടില്ല. പാതി വേവായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്നും കോരിയാണ്, അല്ലെങ്കിൽ മുഴുവൻ നല്ലോണം മുഴുവിക്കാൻ പാടില്ലല്ലോ, ദമ്മ ഉണ്ടാക്കാനല്ലോ. അത് പാതി വേവ് മതി. അതേ ഇറച്ചി വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് പട്ട കരയുമ്പോ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇറച്ചി വറുത്ത് കോരിയ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ബാക്കിയൊക്കെ ചെയ്യുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇളക്കി കൊടുക്കാം. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് കാച്ചറികൾ ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി രണ്ടോടെ ഇട്ടാം. അപ്പൊ അതായത് ചിക്കൻ മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇത് നമ്മുടെ സാധാ മുളക് പൊടി, ഇത് മറ്റേ എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡർ, ഇത് നമ്മുടെ ക്യൂബ്, ഇറച്ചി ക്യൂബില്ലേ അത്, ഇത് വറുത്ത സവാള ഇട്ടാ. അപ്പൊ അത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ് കിട്ടും. അതേ നമ്മുടെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ.
ബാക്കി വെള്ളമുള്ളത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഗ്രേവി ഉള്ളതൊക്കെ സൈഡിൽ കൊടുക്കാം. വറുത്ത ഇറച്ചി വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. കഴിയുമ്പോൾ നമുക്ക് വേവിച്ച അരിയും കൂടി ഇട്ട് കൊടുക്കാം. ദമ്മാക്കി സെറ്റാക്കാം. ലേശം വെള്ളം പോരാനുണ്ട്, അപ്പൊ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പൊ അതേ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇറച്ചിക്ക് നല്ലൊരു ടേസ്റ്റും കൂടി കൂടട്ടെ. ലാസ്റ്റ് കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക്. വെളിച്ചെണ്ണ കോരിയെടുക്കാല്ലേ. പിടിച്ചടി. അപ്പൊ അതേ ദമ്മിടാൻ പോവാണ് കേട്ടോ. സ്റ്റെപ്പാണ്. മല്ലിയില വറുത്ത് വെച്ചേക്കണ സവാള ഇട്ട് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പും കൂടി ഇറച്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അടുത്ത ട്രിപ്പ് ചോറിട്ട് കൊടുക്കാം. അവസാനത്തെ കെട്ടാണ് ഗൈസ്. അവസാന കെട്ടാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ദമ്മ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മൂടി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോ തുറക്കാം. Just almost popped out. What is the problem with wicket keepers, Mr. Bishop? Tell me. The keeper, the way he's coming to running, and my gosh, it's a good catch.